അടുത്തതായി സംസാരിക്കുന്നത് ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ശ്രീ ജ്യോതിസ് മോഹൻ IRS. ഇത്രയും ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ, അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ പേരൻസ്, കുട്ടികൾ, ഈ പ്രതിഭാ സംഗമത്തിൻ്റെ ഭാഗമാവുന്ന ഫുൾ A+ കിട്ടിയ എല്ലാ കുട്ടികളും, ആദ്യമായിട്ട് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതിന് കാരണക്കാരായ നിങ്ങൾ കുട്ടികൾ, നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുക്കിയ നിങ്ങളുടെ പേരൻസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഒരു ക്ലാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയില്ല ചോദിച്ചു മേടിക്കുക, അതാണ് ഞങ്ങളുടെ പൂഞ്ഞാറുകാരുടെ ഒരു രീതി. ഞാൻ പൂഞ്ഞാറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ പേരൻസിനൊക്കെ അറിയായിരിക്കും. ഞാനത് കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ. അപ്പം എന്താണെങ്കിലും ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഏറ്റവും ബെസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ വേറൊരുത്തരം കിട്ടാത്ത ആൾക്കാരാണ് ഈ ഇരിക്കുന്നവർ. എന്നെ അങ്ങ് മാറ്റിയത് കേട്ടോ, ഈ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. അതിൽ ഓരോരുത്തരും, ഇപ്പം രാമചന്ദ്രൻ സാറാണെങ്കിലും, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണെങ്കിലും, മുഹമ്മദ് ഹനീഷ് സാറാണെങ്കിലും, സേതുരാമൻ സാറാണെങ്കിലും, ഇതിൽ ഓരോരുത്തരും ചെയ്യുന്ന മേഖലയിൽ ദി ബെസ്റ്റ് കൊടുത്ത ആൾക്കാരാണ്. അവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന ആരാണോ ഈ പ്രസ്ഥാനം, ഒരു മാധ്യമ പ്രസ്ഥാനം, അവരും ദി ബെസ്റ്റ് ആവുന്നതിന് വേറൊരു കാരണമാവുന്നില്ല. അപ്പം ഇവരുടെ കൂടെ ഈ വേദി പങ്കിടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. എന്നോട് വന്ന് പറഞ്ഞു 7 മിനിറ്റ് ഒന്നുകൂടെ ചുരുക്കണമെന്ന് പറഞ്ഞു. കാരണം മൈക്ക് കിട്ടിയ വിഴുങ്ങുന്ന സ്വഭാവക്കാരനാണ്, അത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാണ്, അതിന് വേദി ഒരുക്കി തന്ന ഇവരും അതുപോലെ തന്നെ ഇതിന് കാരണക്കാരായ നിങ്ങളോട് എനിക്ക് അങ്ങോട്ട് നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഇവരോടൊക്കെ ഒപ്പം ഇവിടെ ഇരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതുകൊണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. പഠിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, മാനുഷിക മൂല്യങ്ങൾ കൈവിടരുത്, നിങ്ങൾ രാജ്യത്ത് തിരിച്ചു വന്ന് സേവനം നടത്തണം, ഇതൊക്കെ പറഞ്ഞു. എന്നാലും നിങ്ങളെ സംബന്ധിച്ചിപ്പം കേട്ടിട്ട് മടുത്തു അല്ലേ? ഇപ്പോൾ കുറെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് A+ ഞായറാഴ്ച പോയി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നാമതിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ A+ കിട്ടിയവരുടെ ബോർഡ് കൊണ്ടിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറേ ആൾക്കാരുടെ ഒരു ദിവസം കുറേ കോളും കുറേ മെസ്സേജും. കാരണം എവിടെയോ ഒരു ഫ്ലെക്സ് വന്നു, 1ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയ കാശിനാഥൻ അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞിട്ടൊരു ഫ്ലെക്സ്. എൻ്റെ മൂത്ത കുട്ടിയുടെ പേര് കാശിനാഥൻ എന്നാണ്. ഇനിയിപ്പോൾ ഞാനാണോ ഫ്ലെക്സ് വെച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചതാണ്. എനിവേ, ഇതൊക്കെ ആ സൈഡിൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് ചെറിയൊരു കാര്യമല്ല, നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ അപ്രീസിയേഷനാണ്. ലൈഫിൽ എപ്പോഴും കൊതിക്കുന്ന ഒരു കാര്യം അപ്രീസിയേഷനാണ്. ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും ലൈഫിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും കൈപിടിച്ച ആൾക്കാരാണ്. ഇനിയും 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 വേണമെന്ന് ചിന്തിച്ച് വീണ്ടും 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 പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തോറ്റപ്പോഴൊക്കെ തോൽവിയെ വീണ്ടും തോപ്പിച്ച് ഇന്നിവിടെ കയറി വന്ന് നിങ്ങളോട് 2 വാക്ക് അവരുടെ ജീവിതം ഉദാഹരിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ പേഴ്സിവറൻസ്, അവർ ഓരോ തവണയും ഫെയിലിയർ ഫേസ് ചെയ്തത്, ഇതൊന്നും നമ്മൾ കൈവടിയാതെ, ആ എക്സൈറ്റ്മെന്റ് കൈവടിയാതെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് ഇല്ലാതെ വന്നാൽ ജീവിക്കാൻ ഒരു തരത്തിലുള്ള താല്പര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കെമിക്കൽ നാക്കിൻ്റെ അടിയിലിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടി വരും. ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടാതെ, പണ്ടൊക്കെ 90s കിഡ്സായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് ഒരു മലയാള സിനിമ കാത്തിരുന്ന് കാണുമ്പോൾ അവിടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ അവാർഡ് സിനിമ വന്നാലും കണ്ടിട്ട് പിന്നത്തെ ഞായറാഴ്ച കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വീട്ടിലൊരു സന്തൂർ സോപ്പ് മേടിക്കുമ്പം അത് മുറിച്ച് വെച്ച് പകുതിയാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് ചോയ്സസ് കൂടി എക്സൈറ്റ്മെന്റ് കുറച്ച് കുറയുന്നു. ട്രൈ ടു ഫൈൻഡ് എക്സൈറ്റ്മെന്റ് ഇൻ ലൈഫ്. നമ്മളെപ്പോഴും പുതിയത് ആഗ്രഹിച്ചത് കിട്ടുമ്പോഴേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ കീപ്പ് ഓൺ ഡ്രീമിങ്. ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ എന്നോട് എൻ്റെ അടുത്തിരുന്ന, ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഓരോരുത്തരും ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് അധ്യക്ഷനെ ഞാൻ എടുത്തു പറയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ്. അത് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ലേ സാർ? പഠിക്കാനുള്ള ഒരു ആവത് കിട്ടിയിട്ടില്ല. കാരണം 10ാം ക്ലാസ്സിൽ 2nd ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സയൻസിൻ്റെ പോലും പറഞ്ഞ അടി കിട്ടുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു വഴിക്ക് വരാൻ പറ്റിയിട്ടില്ല. അന്ന് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ മുതലുള്ള പ്രശ്നമാണ്, നിവൃത്തിയുണ്ട ഒരു ചടങ്ങിന് പോകാൻ പേടിക്കും ഇല്ലേ? എവിടെ ചെന്നാലും എന്താ 10 എന്ന് ചോദിക്കും. 12 ആയി കഴിഞ്ഞ് എന്ത് ചോദിക്കും? 12 ഇതിങ്ങനെ ഇനി 10ാം ക്ലാസ് മുതൽ ഇങ്ങനെ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും
കുറച്ച് കഴിയുമ്പോൾ ഡിഗ്രി ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളോട് ഏതാ എടുത്ത്, അയ്യോ ബികോം ആണോ എടുത്ത്, കിളയ്ക്കാൻ പോവാണോ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അത് കഴിഞ്ഞ് വെച്ചിട്ട് ജോലിയൊന്നും ആയില്ലേ, പിന്നെ ചോദിക്കും കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിച്ചാൽ ചോദിക്കും വിശേഷമൊന്നും ആയില്ലേ. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം മാതാപിതാ, ഗുരു, ദൈവം, അത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നാലാമത് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാവന്മാരും അമ്മായിമാർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവരാണ് നമ്മളുടെ റിയൽ ഇൻസ്പിറേഷൻ. ഈ പറയുന്നതൊക്കെ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ്. ഇൻസ്പിറേഷൻ ഉണ്ടാവണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇന്ന് ലൈഫിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛനൊരു സാധാരണ കൃഷിക്കാരനാണ്, ചായക്കട നടത്തുന്ന ആളാണ്. ചായക്കട നടത്തുന്ന എൻ്റെ അച്ഛൻ മോഹനൻ ചേട്ടനെയും എൻ്റെ അമ്മയും പെരിങ്ങുളത്തുനിന്ന് മാക്സിമം കോട്ടയം എന്നുള്ള അവരുടെ ബൗണ്ടറിയിൽ നിന്നും ആദ്യമായി ട്രെയിനിൽ കയറ്റിയതും ആദ്യമായി വിമാനത്തിൽ കയറ്റിയതും പല സ്ഥലങ്ങളിൽ കൊണ്ടേ കാണിക്കാൻ കഴിഞ്ഞതും എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ്. അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കണ്ടു. പിന്നെ ഇവർ പറഞ്ഞതിൻ്റെ ആകത്തുക ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു പെരിങ്ങുളംകാരനാണ്. പെരിങ്ങുളത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ, അതിവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, അവിടെ ആർക്കെങ്കിലും ഒരു ഹാർട്ട് സംബന്ധമായിട്ടൊരു പ്രശ്നം വന്നാൽ ഞാൻ ഏതെങ്കിലും വഴിയിൽ ജോസ് ഡോക്ടറെ ബന്ധപ്പെടാൻ ശ്രമിക്കും. ആർക്കെങ്കിലും എറണാകുളത്ത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം വന്നാൽ ഞാൻ സേതുരാമൻ സാറിനെ സമീപിക്കാൻ ശ്രമിക്കും. ആർക്കെങ്കിലും രാജഗിരി കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് വന്നാൽ ഞാൻ അച്ഛനെ സമീപിക്കാൻ ശ്രമിക്കും. ബ്രില്യൻറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴി ഞാൻ അവിടെ എത്താൻ ശ്രമിക്കും. ആ പെരിങ്ങുളത്തുള്ള എൻ്റെ നാട്ടുകാർക്ക് ഈ കോണ്ടാക്റ്റുകളിൽ വന്നു നിന്ന് അവർക്ക് വേണ്ടി ഒരു അഡ്മിഷനായോ ഒരു ഹോസ്പിറ്റലിലെ ബെഡായോ ഏതെങ്കിലും രീതിയിലൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു പെരിങ്ങനംകാരനായി. കാരണം ഇതെന്നോട് സ്റ്റീഫൻ സാറ് ചോദിച്ചു, അടിവാരം വരെയൊക്കെ പോകണം. കാരണം ഈ അടിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനമാണ്. പിന്നെ അപ്പുറത്തോട്ട് റോഡില്ല. അതിൻ്റെ ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്താണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, പെരിങ്ങുളം എന്ന് പറയുന്ന സ്ഥലം. ആ പെരിങ്ങുളംകാർക്ക് ഇതൊക്കെ ഇത്തിരി അന്യമാണ്. അവരൊരു അസുഖം വന്ന് ഏതെങ്കിലും ഒരു എറണാകുളത്തുള്ള ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ആകെ പേടിയാണ്, പരിഭ്രമമാണ്. ഒരു സിറ്റി കണ്ട പരിഭ്രമമാണ്. ഇന്ന് പെരിങ്ങുളംകാരനായ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ അതെൻ്റെ ചാരിതാർത്ഥ്യമാണ്. മാത്രമല്ല, ഞാൻ പലതവണ തോറ്റപ്പം, ഞാൻ കൊമേഴ്സ് എടുത്തപ്പം, ഞാൻ പലതവണ ഫെയിലിയറായി സിവിൽ സർവീസിൽ 3 തവണ തോറ്റപ്പോഴും എന്നെ കലിങ്കയിലിരുന്ന് വിമർശിച്ച അതേ അമ്മാവന്മാർ തന്നെ ഒരു സുപ്രഭാതത്തിൽ എന്നെ മാലയിട്ട് സ്വീകരിച്ച്, ഞാൻ അന്ന് LD ക്ലർക്കായിട്ട് പാലാ മുത്തോലി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു. അതേ അമ്മാവന്മാരും അവരുടെ കുടുംബവും ഇന്ന് എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പം അവർക്ക് ചിരിച്ചുകൊണ്ട് തിരിച്ചൊരു സഹായം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ജോലിയിൽ വന്നതിന് ശേഷമാണ്. അപ്പം അതുകൊണ്ട് കീപ് ദിസ് ഇൻസ്പിറേഷൻ ഇൻ യുവർ മൈൻഡ്. ഇതൊക്കെ ചെയ്യാനുള്ള നാളെ ഇപ്പം ഇവരൊക്കെ പറഞ്ഞ രീതിയിൽ ദി ബെസ്റ്റ് നിങ്ങൾ ഏത് വഴിയും സ്വീകരിച്ചോളൂ. ഏത് വഴിയിൽ പോയാലും. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കന്റെ അച്ഛൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം എബ്രഹാം ലിങ്കന് കൊടുത്ത ഒരേ ഒരു മെസ്സേജ് പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ചെരുപ്പ് കുത്തി അയക്കൂ, പക്ഷേ ഈ നഗരത്തിലെ ഏറ്റവും നല്ല ചെരുപ്പ് കുത്തി ആരെന്ന ചോദ്യത്തിന് ഉത്തരം നിന്റെ പേരായിരിക്കണം. ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഏത് കരിയറാണെങ്കിലും ശരി, നമ്മൾ പലതും കേൾക്കാം. പാഷനെ ഫോളോ ചെയ്യുക, പല കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ കരിയർ സ്വീകരിക്കുക. കരിയർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിനെ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നു. അതൊരു GSLV FTLV റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത റോക്കറ്റ് പോലെയാണ്. നമ്മളെ നമ്മളുടെ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ അതിന് കഴിയണം. ഒരു കയ്യൊപ്പ് അവശേഷിപ്പിച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ ഇരിക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ കോട്ട് ചെയ്തതാണ്, എല്ലാവരും ഒരു കയ്യൊപ്പ് അവശേഷിപ്പിച്ചവരാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ്. അത് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു. നമ്മുടെ വീട്ടുകാർ 2 ദിവസം കരയുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലുക്ക് പോലും തോന്നുമ്പോൾ നയൻതാരയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുക, അതോടെ നമ്മുടെ ഫോട്ടോയും പോകും. പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിന് ഒരടയാളം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവരുത്. നമ്മളെ ഇങ്ങോട്ട് അയച്ച പഠിച്ചവൻ ഏതെങ്കിലും കാലത്ത് തിരിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ എന്തിനാ പോയെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കിയുണ്ടാവണം. അല്ലാതെ ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണിയെ ജനിപ്പിക്കാനും മാത്രമാണ് അങ്ങോട്ട് പോയെന്ന് പറയേണ്ട ഗതികേടുണ്ടാവരുത്. ഒരു കയ്യൊപ്പ് അവശേഷിപ്പിച്ചിട്ട് പോവുക, അത് മനസ്സിൽ വെക്കുക, ആ ഇൻസ്പിറേഷനോട് ജീവിക്കുക, ഇവരെയൊക്കെ റോൾ മോഡലാക്കുക. ഒരിക്കൽ കൂടി ഇവരോടൊപ്പം ഈ വേദി പങ്കിടാനുള്ള അവസരം തന്ന മനോരമയോടും രാജഗിരി കോളേജിനോടും ഈ അവസരം ഉണ്ടാക്കി നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.